ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പടം ഒരുപാട് ട്വിസ്റ്റ് ഉള്ളതും അതേസമയം ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഈ സിനിമയുടെ ഓരോ സീൻ കഴിയുമ്പോഴും അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നോർത്തുള്ള ഒരു ആകാംക്ഷയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ഈ സിനിമയുടെ ഒരു വൺ ലൈൻ നമുക്ക് നോക്കാം. ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. ഈ കുട്ടിക്ക് പെട്ടെന്ന് വയസ്സാകുന്ന കാര്യം ഓർത്ത് എപ്പോഴും ആശങ്കയാണ്. അതായത് എപ്പോഴും യങ് ആയിട്ടിരിക്കാനാണ് ഈ കുട്ടിയുടെ ഏറ്റവും വലിയ താല്പര്യം. അതേപോലെ തന്നെ ഈ കുട്ടിയുടെ സംസാരം എപ്പോഴും അതിനെക്കുറിച്ച് മാത്രമായിരിക്കും. എനിക്ക് പെട്ടെന്ന് വയസ്സാകരുത്, എന്റെ സൗന്ദര്യം കുറയരുത്, ഇതിനെപ്പറ്റി മാത്രമാണ് ഈ കുട്ടിയുടെ സംസാരം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് വളരെ റയർ ആയിട്ടുള്ള ഒരു സ്കിൻ ഡിസീസ് വരുന്നത്. അതായത് ഈ കുട്ടിയുടെ സ്കിൻ വളരെ പ്രായമായിട്ടുള്ള ഒരാളുടെ സ്കിൻ പോലെ ആവുകയാണ്. സ്കിൻ വല്ലാണ്ട് ചുരുങ്ങുന്ന പോലെയും അതേസമയം വല്ലാണ്ട് ഡ്രൈ ആവുന്ന പോലെയും ആവുന്നുണ്ട്. അതിനുവേണ്ടി കുട്ടി ഒരുപാട് ടെസ്റ്റും മെത്തേഡ്സും ഒക്കെ നടത്തുകയാണ്. അപ്പോഴാണ് വളരെ വിചിത്രമായ ഒരു മെത്തേഡ് ഈ കുട്ടിക്ക് മനസ്സിലായത്. അതായത് മറ്റൊരാളുടെ സ്കിൻ ആ കുട്ടിയുടെ സ്കിന്നിൽ വെക്കുമ്പോൾ അത് ശരിക്കും അബ്സോർബ് ആവുന്നുണ്ട്. അതായത് ആ ഡ്രൈനെസ് ഒക്കെ മാറി അവളുടെ പഴയ സ്കിൻ ആവുന്ന പോലെ. ഈ കാര്യം മനസ്സിലാക്കുന്ന ഈ പെൺകുട്ടി വളരെ ഭയാനകമായ സംഭവങ്ങൾ ചെയ്യുകയാണ്. ഇതെല്ലാം ചെയ്ത് ആ പെൺകുട്ടി ആ സ്കിൻ ഡിസീസിൽ നിന്നും രക്ഷപ്പെട്ടോ എന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റോടെ തന്ന മൂവിയാണ് റീപ്ലേസ്. ഫിലിം ഫാനറ്റിക്സിന്റെ മറ്റൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഈ സിനിമയിലോട്ട് പോകാം. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഏതൊരു ലാബാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. അവിടെ ഒരു പെൺകുട്ടിയുടെ രൂപവും എനിക്ക് വയസ്സാവണ്ട, എന്റെ സൗന്ദര്യം കുറയണ്ട, എനിക്ക് ഇനിയും വേണം എന്നൊക്കെ പറയുന്ന ഒരു പെൺകുട്ടിയുടെ വോയിസും നമുക്കിവിടെ കേൾക്കാം. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് ഈ മൂവിയുടെ ടൈറ്റിൽ കാണിക്കുകയാണ് റീപ്ലേസ്. അടുത്ത സീനിൽ നമ്മുടെ നായിക തന്റെ കാമുകനോടൊപ്പം ഒരു മനോഹരമായ സ്ട്രീറ്റിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴും ആ കുട്ടിയുടെ സംസാരം അതിനെക്കുറിച്ച് മാത്രമാണ്. തനിക്ക് വയസ്സാകരുത്, തന്റെ സൗന്ദര്യം കുറയരുത്, ഈ വയസ്സാകുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത ദേഷ്യമാണ് തോന്നുന്നത് എന്നൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് കാറിൽ തന്റെ കാമുകനോടൊപ്പം വളരെ റൊമാൻറ്റിക് ആയിട്ട് ഈ കുട്ടി വരികയാണ്. എങ്ങനെയൊക്കെയോ സംസാരിച്ച് മൈക്കി നിന്നെ എന്റെ അപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നില്ലേ എന്നൊക്കെയുള്ളൊരു സംഭാഷണം ഇവർക്കിടയിൽ നടക്കുകയാണ്. ഇവരുടെ പെരുമാറ്റം കാണുമ്പോൾ ഒരു 4-5 ദിവസമായിട്ടേ ഉള്ളൂ ഇവർ പ്രണയത്തിലായിട്ട്, അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ കാമുകന്റെ പേര് ജെയ്സൺ എന്നാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ ജെയ്സൺ എന്ന വ്യക്തിയെ കാണാനില്ല. ജെയ്സൺ ജെയ്സൺ എന്നൊക്കെ ഈ പെൺകുട്ടി വിളിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ പെൺകുട്ടി ജെയ്സൺ എന്ന വ്യക്തിക്ക് വേർ ആർ യു എന്നൊരു മെസ്സേജ് അയച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ സ്ട്രീറ്റിൽ നടന്നു പോവാണ്. സ്ട്രീറ്റിലാണെങ്കിൽ നല്ല തിരക്കുണ്ട്. അങ്ങനെ മാർത്ത എന്ന ഒരു പെൺകുട്ടിയുമായി ഫോണിൽ സംസാരിച്ചാണ് ഈ പെൺകുട്ടി നടന്നു പോകുന്നത്. 5 ദിവസമായിട്ടുള്ളെങ്കിലും ഞാൻ ഇന്നലെ അവന്റെ വീട്ടിലായിരുന്നു. അതിന് മാർത്ത എന്തോ പറഞ്ഞതിന് മറുപടിയായിട്ട് ഞാൻ എന്തിനാ കള്ളം പറയുന്നത്, ഇന്നലെ ഞാൻ അവന്റെ വീട്ടിലായിരുന്നു, ഇന്ന് എന്റെ വീട്ടിൽ പോവാ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ആ ഫോൺ കട്ടായി. അങ്ങനെ ഈ പെൺകുട്ടി ബ്ലാക്ക് ഔട്ട് ആയി. അതായത് ആ തിരക്കൊക്കെ മാറി ഇപ്പൊ ആ പെൺകുട്ടി ഒത്തിരി ദൂരം എത്തി, അതായത് വേറെ ഏതൊരു സ്ഥലത്ത് പോലെ. അങ്ങനെ എങ്ങനെയോ ഈ പെൺകുട്ടി തന്റെ വീട്ടിലെത്തി. പക്ഷെ അകത്ത് കയറിയപ്പോഴാണ് ഇത് ഇന്നലെ പോയ ജെയ്സന്റെ വീടാണെന്ന് ഈ കുട്ടിക്ക് മനസ്സിലായത്. ഇപ്പൊ ഈ പെൺകുട്ടിക്കും അതേപോലെ തന്നെ നമുക്കും ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? പക്ഷെ ഇനിയാണ് സിനിമ ഇൻട്രസ്റ്റിംഗ് ആവാൻ പോകുന്നത്. ഇതെന്താ എന്റെ വീടാണെങ്കിലും ജെയ്സന്റെ വീട് പോലെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടി ആ വീട്ടിൽ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. അങ്ങനെ എങ്ങനെയോ ഈ പെൺകുട്ടി റെസ്റ്റ് റൂമിൽ എത്തി മുഖം കഴുകുമ്പോൾ ഈ കുട്ടി ഒരു കാര്യം ശ്രദ്ധിച്ചു. അതായത് തന്റെ ഒരു വിരലിൽ നിന്നും ഇങ്ങനെ ഒരു തൊലി പറഞ്ഞു വരുവാണ്. ഒന്നാമത് ആകെ മൊത്തം പ്രശ്നം. അതിനിടയിൽ ഇതും കൂടെ എന്നൊക്കെ ആലോചിച്ച് ആ പെൺകുട്ടി ആ വീട്ടിൽ നടക്കുമ്പോൾ കുറെ ഫയലിൽ കൈറ കൈറ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്വന്തം പേര് പോലും മറന്നൊരു അവസ്ഥയിലാണ് ഈ പെൺകുട്ടി ഇപ്പോ. പെട്ടെന്നൊരു ശബ്ദം കേട്ട് റെസ്റ്റ് റൂമിൽ പോയപ്പോ അവിടെ ഒരു ചെറിയ പെൺകുട്ടി ഇരിക്കുവാണ്. അത് കണ്ട് പേടിച്ചു വിറച്ച നായിക നീ ആരാ മോളെ എന്ന് ചോദിക്കുമ്പോ ആ കുട്ടിയെ കാണാനില്ല. ഇതെല്ലാം കണ്ട് ആകെ പ്രാന്തായി ഈ പെൺകുട്ടി ജെയ്സനെ വിളിക്കുവാണ്. അങ്ങനെ ആ കോൾ കിട്ടാത്തോണ്ട് ഈ പെൺകുട്ടി വീട്ടിൽ വിളിക്കുവാണ്. അപ്പോഴാണ് അവിടെ ഇരുന്ന് ഒരു ഫോൺ അടിക്കുന്നത്. അപ്പോഴാണ് താൻ തന്റെ വീട്ടിലാണേലും എന്തൊക്കെയോടെ സംഭവിക്കേണ്ട എന്നൊരു സത്യം ഈ കുട്ടിക്ക് മനസ്സിലായത്. അപ്പൊ ഒരു പിയാനോ കണ്ട് അവിടെ ചെന്ന് പ്ലേ ചെയ്യുമ്പോഴാണ് ഈ കുട്ടിക്ക് വേറൊരു കാര്യം മനസ്സിലായത്. താൻ വളരെ വിചിത്രമായൊരു സ്ഥലത്താണെന്ന്. അപ്പോൾ ഒരു ഡ്രോവിൽ നിന്നും തനിക്കൊരു ഫോട്ടോ കിട്ടി. അതിൽ തന്റെ കാമുകനായ ജെയ്സനോടൊപ്പം ഉള്ളൊരു ഫോട്ടോയാണ്. ഇവിടെ എന്തൊക്കെയോ നടക്കണ്ടെന്ന് മനസ്സിലായ ഈ പെൺകുട്ടി ആ റെസ്റ്റ് റൂമിൽ പോവാണ്. തന്റെ കയ്യിലെ വിരലിൽ നിന്നും വന്ന ആ സ്കിൻ എടുക്കുമ്പോൾ അത് മൊത്തം ആ ദേശയോടൊപ്പം ഇങ്ങനെ പറഞ്ഞു വരികയാണ്, അതും ചോരയോടൊപ്പം. ഇത് കണ്ട് പേടിച്ച ആ പെൺകുട്ടി ആ പറഞ്ഞു വന്ന ആ സ്കിൻ എടുത്ത് അവിടെ വെക്കുമ്പോൾ അത് പഴയ പോലെ ഒരു ന്യൂ സ്കിന്നായി. ഇതൊക്കെ കണ്ട് ആകെ പ്രാന്തായ അവസ്ഥയിൽ നമ്മുടെ നായിക ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ഒരു ശബ്ദം കേട്ടത്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് മാർത്ത ചോദിക്കുവാണ്. അപ്പൊ ഗ്ലാസ്സിലൂടെ 2 വയസ്സായ കിഴവികളുടെ രൂപം നായിക കണ്ടത്. ഇത് ആരാ എന്താന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടി പേടിച്ച് കരഞ്ഞ് വല്ലാത്ത അവസ്ഥയിലാവുകയാണ്. അപ്പോഴാണ് മാർത്ത പോവല്ലേ എന്ന് പറഞ്ഞു വരുമ്പോ അവരെ കാണാനില്ല. അപ്പോഴാണ് ആ വീടിനടുത്ത് താമസിക്കുന്ന മറ്റൊരു പെൺകുട്ടി ആ വീട്ടിലോട്ട് വന്നത്. നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നായിക പെട്ടെന്ന് തല കിറങ്ങി വീഴുകയാണ്. പെട്ടെന്ന് ഈ കുട്ടിയെ എടുത്തോണ്ട് അടുത്ത് താമസിച്ച ഈ പെൺകുട്ടി വരികയാണ്. കണ്ണു തുറക്കുമ്പോൾ അയൽവാസിയായ ഈ പെൺകുട്ടി തന്നോട്
നായികയോട് സംസാരിക്കുകയാണ്. എന്റെ പേര് സോഫി എന്നാണെന്നും ഇവിടെ 6 മാസമായിട്ട് താമസിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. നിങ്ങൾക്ക് എന്താ പറ്റിയേ? ശരി, ഞാൻ നിങ്ങൾക്കൊരു ചായ ഒക്കെ എടുക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടിപ്പോയി ഒരു ഗ്രീൻ ടീ നമ്മുടെ നായികയ്ക്ക് കൊടുക്കുകയാണ്. എനിക്ക് ഗ്രീൻ ടീ ഇഷ്ടമാണെന്ന കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചതിന് നിനക്ക് റെഡ് കളർ ഇഷ്ടമാണ്, പിയാനോ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം എന്ന് അത്ഭുതത്തോട് ചോദിക്കുമ്പോൾ ഞാനിതൊക്കെ ഗസ്റ്റ് ചെയ്തതാണ്. വീട്ടിലാകെ റെഡ് കളർ, പിന്നെ ഒരു പിയാനോ ഉണ്ട്, കബോർഡിലാണെങ്കിൽ വെറും ഒരു ഗ്രീൻ ടീ, അത് വെച്ച് എനിക്ക് മനസ്സിലായി എന്ന് സോഫിയ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് ഭയങ്കര ക്ലോസ് ആവുകയാണ്. എന്നാൽ സോഫിയ ഒരു പ്രത്യേക താല്പര്യത്തോടെയാണ് നായികയോട് സംസാരിച്ചത്. അപ്പോഴാണ് നായിക ഒരു ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾക്ക് ജോനാസിനെ കുറിച്ച് അറിയാമോ? ജോനാസോ? അതാരാ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഈ പെൺകുട്ടി വേഗം വീടിനകത്ത് പോയി ഒരു ഫോട്ടോ എടുത്തോണ്ട് വരുന്നത്. വളരെ പേടിച്ചാണ് വരുന്നത്. ഇത് നിങ്ങളുടെ ബോയ്ഫ്രണ്ട് അല്ലേ? ചിലപ്പോൾ എക്സ് ആയിരിക്കും, പക്ഷെ 3 മാസത്തിന് മുന്നേ കണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് കണ്ടിട്ടില്ല എന്നൊക്കെ. അങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ കൈക്ക് എന്താ പറ്റിയെന്ന് സോഫിയ ചോദിക്കുകയാണ്. അയ്യോ, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ നായിക പെട്ടെന്ന് കരയുവാണ്. അത് കണ്ടതും സോഫിയ അവരെ ആശ്വസിപ്പിക്കുകയാണ്. കരയല്ലേ, ഒരു പ്രശ്നമില്ല, നമുക്കൊരു ഡോക്ടറിനെ കാണാം, ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പിന്നെയും ക്ലോസ് ആവുകയാണ്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് പിന്നെയും ഇവർക്കൊരു ഇല്യൂഷൻ വരുവാണ്. ആ കാമുകനോടൊപ്പം സംസാരിക്കുന്നതും ഈ പ്രായമായവരോട് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ. ആ ടൈമിലാണ് ഇവർ റെസ്റ്റ് റൂമിലുള്ളത്. വീടിനകത്ത് ആരോ തന്നെ നോക്കുകയാണ് എന്നൊരു തോന്നൽ ഈ കുട്ടിക്ക് വരുവാണ്. വളരെ പേടിച്ച് അവർ സോഫിയ വീട്ടിൽ ക്ഷണിക്കുകയാണ്. എന്റെ കൂടെ ഒന്ന് ഇരിക്കാമോ എന്ന് ചോദിച്ച് അത് അക്സെപ്റ്റ് ചെയ്ത് സോഫിയ അവരോടൊപ്പം ഇരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് ഇപ്പൊ നമ്മുടെ നായിക കുറച്ചും കൂടെ സ്ട്രെസ് ഒക്കെ പോയി നല്ല ഹാപ്പിയാണ്. അപ്പോഴാണ് തന്റെ സ്കിൻ ഡിസീസിനെ പറ്റി സംസാരിക്കുന്നത്. ഒരു സ്കിൻ ഡോക്ടറിനെ പോയി കണ്ടൂടെ എന്ന് നമ്മുടെ സോഫിയ ചോദിക്കുകയാണ്. അതെ, കാണണം, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തു, ആക്ച്വലി എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുകയാണ് നായിക. അതൊന്നുമില്ല, എല്ലാം ശരിയാവും, ചിയേഴ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ ഗ്ലാസ് പൊട്ടി താഴെ പോകുന്നത്. അതിൽ സോഫിയക്ക് പരുക്ക് പറ്റുകയാണ്. ഇതിൽ നിന്നുമാണ് കഥ വല്ലാണ്ട് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. എന്താണെന്നോ, സോഫിയക്ക് പരുക്ക് പറ്റിയ അതേസമയം ഗ്ലാസിൽ സോഫിയയുടെ ചെറിയ തൊലി നമ്മുടെ നായിക എടുത്ത് വേഗം റെസ്റ്റ് റൂമിൽ പോയി തനിക്ക് ബാധിക്കപ്പെട്ട ആ സ്ഥലത്ത്, അതായത് ആ വിരലിൽ നിന്നും ആ വെളുത്ത ഡ്രൈ ആയ സ്കിൻ എടുത്ത് സോഫിയയുടെ സ്കിൻ വെക്കുന്നത്. അപ്പോഴാണ് തന്റെ ശരീരം ആ സ്കിന്നിനെ അബ്സോർബ് ചെയ്യുന്നത്. ഇത് കണ്ട് അത്ഭുതപ്പെടുകയാണ് നമ്മുടെ നായിക. അപ്പൊ സോഫിയ ഇങ്ങനെ ആ കുട്ടിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഈ രാത്രി ഇവിടെ നിൽക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അത് സോഫിയ സമ്മതിക്കുകയാണ്. അങ്ങനെ രാത്രി കിടക്കുമ്പോൾ നായിക സോഫിയയുടെ മുതിൽ തടവി ആ സ്കിൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത് അടുത്ത സീനിൽ രാവിലെ നായിക വിരലിൽ നോക്കുമ്പോൾ താൻ ഫിക്സ് ചെയ്ത സ്ഥലത്ത് മാത്രം സ്കിൻ ന്യൂ ആയിട്ടിരിക്കുന്നത്, ബാക്കി എല്ലായിടത്തും പഴയ പോലെ തന്നെ. അപ്പോഴാണ് വേറൊരാളുടെ സ്കിൻ വെക്കുമ്പോൾ തന്റെ സ്കിൻ പഴയ പോലെ ആവുമെന്ന് തനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഒരു ഡോക്ടറിന്റെ സഹായം ഇല്ലാണ്ട് നടക്കില്ലല്ലോ. അങ്ങനെ നായിക ഡോക്ടറിനെ വിളിക്കുവാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആണ് വെയിറ്റിംഗ്, വേഗം വരാൻ ഡോക്ടർ പറയുന്നത്. അങ്ങനെ അവർ ഈ ഹോസ്പിറ്റലിൽ പോവാണ്. ഈ ഹോസ്പിറ്റലിന്റെ നെയിം ക്രോബർ എന്നാണ്. വളരെ വലിയ ഒരു സ്കിൻ ഹോസ്പിറ്റൽ ആണ് ക്രോബർ. ഒത്തിരി പേടിച്ചാണ് നമ്മുടെ നായിക അവിടെ പോകുന്നത്. പക്ഷെ അവിടെ ഉള്ള എല്ലാവർക്കും ഈ കുട്ടിയെ അറിയാം, പ്രത്യേകിച്ച് ആ ഡോക്ടറിന്. വാ ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ആ ഡോക്ടർ ഇവരെ വിളിക്കുകയാണ്. ഈ ഡോറ ഹെയർ സ്റ്റൈലിൽ നിൽക്കുന്നില്ലേ, ഇവരുടെ പേരാണ് ക്രോബർ. എന്താ മോളെ, നിന്റെ സ്കിൻ ഇത്ര ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇത്രയും ലേറ്റ് ആയിട്ടാണോ വരുന്നത് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇതിന് മുന്നേ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു സത്യം മനസ്സിലാക്കുന്നത്. ഈ കുട്ടിക്ക് ഈ രോഗം കാരണം മെമ്മറി ലോസ് ആണെന്ന്. ഇപ്പൊ ഡോക്ടർ ഈ കുട്ടിയുടെ ഒരു സ്കിൻ സാമ്പിൾ എടുത്ത് ഒരു സയന്റിഫിക് നെയിം പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലാവാനാ, ഇത് എന്ത് രോഗമാണെന്ന് തെളിച്ച് പറ എന്ന് നായിക ചോദിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരമായി ഡോക്ടർ ഇങ്ങനെ പറയുകയാണ്. നമ്മുടെ ദേഹത്തുള്ള സ്കിൻ എഗെയിൻ ആൻഡ് എഗെയിൻ പുതിയതായി കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സ്കിൻ എപ്പോഴും ഫ്രഷും യങ്ങും ആയിട്ടിരിക്കുന്നത്. പക്ഷെ വയസ്സാകുമ്പോൾ സ്കിൻ മാറില്ല, അത് ലേറ്റ്നെസ് ഏർപ്പെടും. ഇതുകൊണ്ടാണ് സ്കിൻ ചുരുങ്ങുന്നതും ഗ്ലോ പോകുന്നതും. പക്ഷെ ഇത് വയസ്സാകുമ്പോൾ നടക്കേണ്ട ഒരു പ്രൊസീജിയർ ആണ്. പക്ഷെ ഇപ്പൊ നിന്റെ വയസ്സിനൊത്തുള്ള ഒരു സ്റ്റാമിന, എനർജി എല്ലാം തനിക്കുണ്ടെന്നും തന്റെ ഔട്ടർ ലെയർ സ്കിൻ തന്റെ വയസ്സിന്റെ 10-15 ഇരട്ടി പോലെയുള്ള ഒരു ഏജിങ് തന്റെ സ്കിന്നിൽ നടക്കുകയാണെന്ന് പറയുന്നത്. ഇത് കേട്ട് വല്ലാണ്ട് പേടിച്ച നായിക ഇതിന് ട്രാൻസ്പ്ലാന്റ് ഒന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഉറപ്പായിട്ടും ചെയ്യാം, പക്ഷെ നിനക്ക് എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതിനാണ് സാമ്പിൾ എടുത്തത്. ഒന്നല്ലെങ്കിൽ ഈ സ്കിൻ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ സ്കിൻ പഴയ പോലെ ആവാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് തന്റെ സ്വന്തം സ്കിൻ പറിച്ച് ബാധിക്കപ്പെട്ട സ്ഥലത്ത് വെക്കുവാണ്. അത് പഴയ പോലെ ആയി കണ്ട് ഞെട്ടിപ്പോയ ഡോക്ടർ, എന്നാലും നീ ഇങ്ങനെ ചെയ്യല്ലേ, നിന്റെ സ്കിൻ സാമ്പിളിന് എടുത്തില്ലേ എന്നൊക്കെ പറയുകയാണ്. ഒരു 48 മണിക്കൂർ ഒന്ന് ക്ഷമിക്കാൻ പറയുകയാണ്. അപ്പോ അയ്യോ ഇല്ല, ആദ്യം ഒരു വിരലും മാത്രമായിരുന്നു, ഇപ്പൊ എന്റെ കൈ മുഴുവനുമായി എന്നൊക്കെ നായിക പറയുകയാണ്. 2 ദിവസത്തിനുള്ളിൽ എന്തും നടക്കാം എന്ന് പറയുകയാണ്. അപ്പോ എന്ത് വേണേലും നടക്കട്ടെ, അതിനല്ലേ ഞങ്ങൾ ഉള്ളത് എന്ന് ഡോക്ടറും പറയുന്നുണ്ട്. ശരി, പക്ഷെ വേദന കാരണം എന്റെ ജീവൻ പോവാ എന്ന് നായിക പറയുമ്പോൾ അവർ കുറച്ച് പെയിൻ കില്ലേഴ്സ് ഇവർക്ക് കൊടുക്കുകയാണ്. ഇത് നല്ലൊരു പെയിൻ കില്ലർ ആണ്, വേദന വരുമ്പോൾ ഇതെടുത്തു മതി എന്നൊക്കെ പറയുകയാണ്. പക്ഷെ ഇതൊന്നും കൊണ്ട് നായികയ്ക്ക് തൃപ്തിയാവുന്നില്ല. അങ്ങനെ ഇവർ ഒരു മെഡിക്കൽ ഷോപ്പിലെത്തി ആ
ഡോക്ടറിന്റെ പെയിൻ കില്ലർ കാണിക്കുമ്പോൾ ഇത് പെയിൻ കില്ലർ ഒന്നുമല്ല, വയസ്സായവർ ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ്, ഇത് മാർക്കറ്റിൽ ഒന്നുമില്ല, ഇത് മേടിക്കുന്ന അവസാനത്തെ ആൾ നീയാണ് എന്നൊക്കെ പറഞ്ഞ് ആ മരുന്ന് കൊടുക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി ആ മരുന്നൊക്കെ ഇട്ട് നോക്കുമ്പോൾ ആ രോഗം തന്റെ ഷോൾഡർ വരെ ആയെന്ന് താൻ മനസ്സിലാക്കുന്നത്. ഇവർക്കാകെ എന്തോ പോലെ ആവുകയാണ്. പെട്ടെന്ന് കട്ട് ചെയ്ത അടുത്ത സീനിൽ ഇവർ ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ പോവാണ്. അവിടെ ചെന്നൊരു ലോക്കൽ ഡോക്ടറിനെ കാണുകയാണ്. തന്റെ സ്കിൻ ഡിസീസ് കണ്ട് ഞെട്ടിയ ഡോക്ടർ, ഇതിന് നീ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞതിന് ഞാൻ ഒരു ക്രോബർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയെന്ന് പറയുകയാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇത് 48 മണിക്കൂർ ആവുമെന്നാണ്. പക്ഷെ അതുവരെ എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാനാവില്ല. ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും പറ്റും, ക്രോബർ വലിയൊരു ഹോസ്പിറ്റലാണെന്നൊക്കെ ഡോക്ടർ പറയുകയാണ്. അവരുടെ അത്രയും എനിക്കറിയില്ല, അപ്പൊ നിങ്ങൾ അവിടെ തന്നെ പോവാനാണ് ഡോക്ടർ പറഞ്ഞത്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് നായിക ഇരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ് വരുന്നത്. നമ്മുടെ ഹീറോയിൻ അവിടെ വരാൻ കാരണം അവിടുത്തെ മോർച്ചറിയിൽ പോവാനാണ്. അവർ വന്നത് സ്കിന്നിന് വേണ്ടിയല്ല, പക്ഷെ ആ മോർച്ചറിയിൽ പോയി അവിടെ ഇരുന്ന ഫീമെയിൽ ബോഡി കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ആ മരിച്ച ശരീരത്തിൽ നിന്നും നെഞ്ചിൽ ദശ പറിച്ചെടുത്ത് തന്റെ നെഞ്ചിൽ വെക്കുകയാണ്. അത് അങ്ങനെ തന്നെ അബ്സോർബായി. ഇത് കണ്ട് സന്തോഷിച്ച് നമ്മുടെ ഹീറോയിന് വീണ്ടും ഒരു പ്രശ്നം വരുവാണ്. അതായത് ആ സെക്യൂരിറ്റി അകത്ത് വന്ന് നായിക പെട്ടിട്ടെന്ന് ഓടി അയാളെ എന്തോ ചെയ്ത് പെട്ടെന്ന് രക്ഷപ്പെട്ടു ഒരു ബാറിൽ വന്നിരിക്കുകയാണ്. പോയ കാര്യം നടന്നില്ലല്ലോ അതോർത്ത് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഒരു വെയിട്രസ് വരുവാണ്. ടൈമായി, താൻ എണീറ്റ് പോകുന്ന ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ നായിക ആ സംസാരം കേൾക്കാണ്ട് ആ വെയിട്രസിന്റെ സ്കിൻ നോക്കുകയാണ്. പോയ കാര്യം നടന്നുമില്ല. കട്ട് ചെയ്ത ആ ബാറിന്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ആ വെയിട്രസ് ജോലി ചെയ്യുമ്പോൾ പ്രേതം പോലെ നായിക പുറകിൽ നിൽക്കുവാണ്. ഇവിടെ ഒന്നും വരരുത് എന്ന് പറഞ്ഞ് അവർ ആണേൽ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ ഇവർ ഇങ്ങനെ ആ വെയിട്രസിനെ മെല്ലെ തടവി തള്ളിയിടുകയാണ്. തലയ്ക്ക് പരിക്കേറ്റ് ഇവർ ബോധം കെടും. അപ്പോൾ നമ്മുടെ നായിക കഴുത്തിൽ നിന്നും തൊലി പറിച്ചെടുത്ത് തന്റെ ദേഹത്തിൽ നിന്നും ഒട്ടുകയാണ്. വേദന സഹിക്കാൻ പറ്റാതെ ആ വെയിട്രസ് പെട്ടെന്ന് എണീക്കുമ്പോൾ ആ തിടുക്കത്തിൽ അവരുടെ കഴുത്ത് മുറിച്ച് ഷോൾഡറിലെ സ്കിന്നൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുവാണ്. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് ഇവർ വീട്ടിലെത്തുകയാണ്. അങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ വളരെ സന്തോഷത്തോടെ നായിക നിൽക്കുവാണ്. തന്റെ പഴയ സ്കിൻ തിരിച്ചു വന്നല്ലോ. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന രക്തമൊക്കെ ഇവർ കഴുകുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത് അടുത്ത സീനിൽ സോഫിയ വീട്ടിലോട്ട് വന്ന് കയ്യിൽ എന്തോ മരുന്ന് തേക്കുമ്പോൾ നിന്റെ കൈ ഒന്ന് കാണിച്ച് ഇതെന്താ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണല്ലോ, അവർ ഡോക്ടറാണോ അതോ മന്ത്രവാദിയാണോ എന്നൊക്കെ ചോദിച്ച് ഇവർ ആകെ സർപ്രൈസ്ഡ് ആയി. അങ്ങനെ റെസ്റ്റ് റൂമിൽ പോയി ബ്ലഡ് കാണുമ്പോൾ നീ എന്താ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ നായിക വല്ലാണ്ട് പേടിക്കുവാണ്. ഹേ, നീ എന്തിനാ പേടിക്കുന്നേ? ഇങ്ങനെ അടുത്ത് വിളിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആവുകയാണ്. അപ്പോഴേ പറഞ്ഞ പോലെ വേറൊരു താല്പര്യമാണ് സോഫിയയ്ക്ക് നായികയോട്. നായികയ്ക്ക് നല്ലൊരു ഹാപ്പി മൂഡായ കാരണം അവർ അതങ്ങനെ വെറുതെ വിട്ടു. അങ്ങനെ കട്ട് ചെയ്ത അടുത്ത സീനിൽ ഇവർ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ അവരും ഇത് കണ്ട് ഞെട്ടി. ഞാൻ തന്ന മരുന്ന് കാരണമാണോ ഇങ്ങനെ ആയ? പക്ഷെ എനിക്ക് ഇനിയും കുറച്ച് ടെസ്റ്റ് ചെയ്യണം, അതുകൊണ്ട് നീ ഇനിയും ഡെയിലി വരണം എന്നൊക്കെ പറയുകയാണ്. ഇനി എന്തിനാ വരുന്നത്? എല്ലാം ശരിയായില്ലേ എന്ന് നായിക ചോദിക്കുമ്പോൾ നിനക്ക് മെമ്മറി ലോസ് ഒക്കെ ആയില്ലേ, അതുകൊണ്ട് ഇനിയും ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇനി എന്നാ ചെയ്യാനാ എന്ന് പറഞ്ഞ് നായിക തിരിഞ്ഞു പോകുമ്പോഴാണ് തന്റെ മുതുകിൽ വീണ്ടും സ്കിൻ പഴയ പോലെ ആവുന്നത് ഡോക്ടർ കാണുന്നത്. പക്ഷെ നായിക അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ വീട്ടിൽ വന്ന് സോഫിയയുടെ കൂടെ ഹാപ്പി ആയിട്ട് പാർട്ടി ചെയ്യുമ്പോഴാണ് താൻ മറ്റൊരു കാര്യം തിരിച്ചറിയുന്നത്. കയ്യിലും വീണ്ടും ആ സ്കിൻ പഴയ പോലെ ആവുന്നത്. അപ്പോഴാണ് താൻ ഒട്ടിച്ച സ്കിൻ വെറും ഒരു ദിവസമേ നിൽക്കൂ, അത് കഴിഞ്ഞ് വീണ്ടും അത് പഴയ പോലെ തന്നെ ആവുമെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോഴാണ് സോഫിയ വീണ്ടും അതേപറ്റി ചോദിച്ചത്. നിന്റെ സ്കിൻ അത്ര വൃത്തികേടായിരുന്നില്ലേ, ഇപ്പൊ എങ്ങനെയാ ഇത്രയും ഭംഗിയായ? അങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് നമ്മുടെ നായികയ്ക്ക് ദേഷ്യം വന്നു. എന്റെ തൊലി കണ്ട് അത്രയും മറപ്പാണില്ലേ, എന്തിനാ ഇവിടെ എന്റെ ഒപ്പം ഇരിക്കുന്നത്? ഇറങ്ങിപ്പോവാൻ വളരെ ദേഷ്യത്തോടെ പറയുകയാണ്. അങ്ങനെ സോഫിയ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇവർ ഒറ്റയ്ക്ക് കിടന്ന് രാവിലെ എണീക്കുമ്പോഴാണ് മനസ്സിലായ ആ അസുഖം കാല് മൊത്തമായി. ഇത് കണ്ട തകർന്ന നായിക പെട്ടെന്ന് ആണ് അതും കണ്ടത്. അതായത് സോഫിയ സോറി എന്നും പറഞ്ഞൊരു സ്റ്റിക്കി നോട്ടിൽ ഒട്ടിച്ചു പോവാണ്. നായിക ആണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുവാണ്. അപ്പോഴാണ് തന്റെ കാമുകൻ വേറൊരു സ്ത്രീയായിട്ട് വേണ്ടാത്തൊരു ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ഇല്യൂഷൻ ഇവർ കാണുന്നത്. ഇപ്പം തന്റെ മനസ്സിനും അതേപോലെ തന്നെ ശരീരത്തിനും ഒരു ആശ്വാസം വേണ്ടേ? അങ്ങനെ ഇവർ പെട്ടെന്ന് ഒരു ബാറിൽ പോവാണ്. പിന്നെ പഴയ പോലെ ഒരു പെണ്ണിനെ സെലക്ട് ചെയ്ത് കൊന്ന് ആ സ്കിൻ എടുത്ത് ഇങ്ങനെ ഒട്ടുവാണ്. പക്ഷെ ഇതെല്ലാം ഓർത്ത് ആകെ തളർന്നു പോവാണ് നായിക. അങ്ങനെ ഓർത്ത് കരഞ്ഞ് പെട്ടെന്ന് ആ ബാറിൽ വിട്ട് സ്പീഡിൽ നടന്നു വരുവാണ്. അപ്പോൾ തന്നെ പോലീസും അവിടെ എത്തണ്ട്. പുറകിൽ സോഫിയ നീ ഇപ്പൊ ഓക്കെയാണോ, എന്താ പറ്റിയ എന്നൊക്കെ ചോദിച്ചു വരണ്ട്. എനിക്കൊന്നുമില്ല, നീ ഒന്ന് പോയി തരുവോ എന്ന് നായിക സോഫിയോട് പറയുവാണ്. ഞാൻ നിന്നോട് സോറി ചോദിക്കാനാ വന്നേ, അപ്പൊ നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പോയി. അങ്ങനെ വീട്ടിലെത്തിയ നായിക താൻ ഇപ്പൊ ഒരു കൊലയാളിയായി എന്നൊക്കെ പറഞ്ഞ് ആകെ ഡിപ്രഷൻ ആവുകയാണ്. അങ്ങനെ തന്റെ രൂപം കണ്ണാടി നോക്കുമ്പോൾ ഒരു കിളവിയുടെ രൂപം പോലെ ആവുകയാണ്. എന്തൊക്കെ ചെയ്താലും അവസാനം ഇങ്ങനെ തന്നെ ആവും എന്നോർത്ത് ഇവർ ആ രൂപം കണ്ട് അലറി കരയുവാണ്. ആ സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം മേടിക്കുമ്പോൾ പിന്നെയും ആ തൊലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ഇവർ ഡ്രസ്സൊക്കെ മാറി ടൗണിൽ വരുവാണ്. പെട്ടെന്ന് പോലീസിനെ കണ്ട് ഇവർ പേടിച്ച് വിറക്കുകയാണ്. പക്ഷെ പോലീസ് മറ്റേതോ ഒരാളെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അങ്ങനെ വീട്ടിൽ കഥക് അടിക്കുമ്പോൾ വീണ്ടും ഒരു ശബ്ദം കേട്ട് പേടിച്ച് കഥക് തുറക്കുമ്പോൾ അത് സോഫിയ ആയിരുന്നു. എന്നെ നീ ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ സോഫിയ പറയുകയാണ്. എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല,
ഇല്ല, നിന്നെ ശരിക്കും മിസ് ചെയ്യണ്ട്, കാരണം സോഫിയ നായികയെ പ്രണയിക്കുവല്ലേ. അങ്ങനെ കരയുമ്പോൾ ശരി നീ കരയല്ലേ, ഞാൻ വരാം നിന്റെ വീട്ടിലോട്ട് എന്നൊക്കെ പറയുമ്പോഴാണ് നായിക ഒരു കാര്യം ഓർക്കുന്നത്. എന്തായാലും നമ്മൾ തെറ്റ് ചെയ്തു, ഇനി സന്തോഷമായിട്ടിരിക്കാൻ ഇതാണ് ഒരു മാർഗം എന്ന്. അങ്ങനെ ഓർത്ത് അകത്ത് വരുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ അടിച്ചു കെട്ടിയിട്ടേക്കുവാണ്. കാരണം അവളുടെ സ്കിൻ വാലിഡിറ്റി ഒരു ദിവസമല്ലേ, അങ്ങനെ വേണ്ടപ്പോഴൊക്കെ ആ കുട്ടിയുടെ സ്കിൻ മുറിച്ചു വെക്കാലോ. അങ്ങനെ കട്ട് ചെയ്ത അടുത്ത സീനിൽ സോഫിയ നായികയോടൊപ്പം സന്തോഷമായിട്ടിരിക്കുവാണ്. അങ്ങനെ റൊമാൻറ്റിക് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ സോഫിയ നായികയുടെ ഷർട്ട് അടിക്കുമ്പോൾ വീണ്ടും ആ പഴയ സ്കിൻ കാണുകയാണ്. നിനക്കിത് ശരിയായില്ല എന്ന് തോന്നണം, നല്ലൊരു ഡോക്ടറിനെ കാണണം എന്നൊക്കെ പറയുകയാണ്. അതെ ഡോക്ടറിനെ അടുത്ത് പോകണം എന്ന് പറഞ്ഞ് നേരെ വീട്ടിൽ വന്നു, കാരണം പുതിയ സ്കിൻ വേണമല്ലോ. അങ്ങനെ ഇവർ കാലും കൈയും ഒക്കെ കാണിക്കുവാണ്. അങ്ങനെ കട്ട് ചെയ്ത അടുത്ത സീനിൽ ഇവർ ഹോസ്പിറ്റലിലാണ്. തനിക്ക് എങ്ങനെ എങ്കിലും സ്കിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ഈ കുട്ടി ആവശ്യപ്പെടുവാണ്. കാരണം എത്ര ദിവസം ഇങ്ങനെ ഒരാളെ കൊന്നു ജീവിക്കാനാ, എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ, അത് അത്ര ഈസി അല്ല മോളെ, കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ട്രാൻസ്പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം, പക്ഷെ അത് ഫെയിലർ ആയ ഒത്തിരി മോശമാവും എന്നൊക്കെ ഡോക്ടർ പറയുവാണ്. ഇല്ല നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് നായികൻ പറയുവാണ്. അപ്പോൾ ഇതാണ് നിന്റെ ഫയൽ, ഇതിൽ നിന്നെ പറ്റിയുള്ള ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ ഉണ്ട് എന്ന് ഡോക്ടർ പറയുവാണ്. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അങ്ങനെ കട്ട് ചെയ്ത അടുത്ത സീനിൽ ഈ കുട്ടി ആ രാത്രി തന്നെ ആ ഹോസ്പിറ്റലിന്റെ മതിൽ ചാടി ആരുമില്ലാത്ത നേരത്തിൽ വന്ന് അവളുടെ ഫയൽ എടുത്ത് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴാണ് താൻ കെട്ടിയിട്ട് ആ പെൺകുട്ടി രക്ഷപ്പെടാൻ നോക്കിയത്. ആ കുട്ടീനെ അങ്ങനെ പിടിച്ച് ബാത്ടബിൽ പിന്നെയും പോയി ഇവിടാണ്, പക്ഷെ ഫ്ലോറിൽ എല്ലാം ബ്ലഡ് ആയതുകൊണ്ട് അതൊക്കെ ക്ലീൻ ആക്കണം. പെട്ടെന്ന് ആരോ കഥകൾ മുട്ടുന്ന ശബ്ദം കേട്ട് അത് സോഫിയാണ്. സംശയം വരാതിരിക്കാൻ ഇവർ വേഗം ഡ്രസ്സൊക്കെ മാറി താഴെ മൊത്തം ബ്ലഡ് ആയ കാരണം ഈ പെൺകുട്ടി ഒരു വൈൻ ബോട്ടിൽ എടുത്ത് പൊട്ടിക്കുവാണ്. എന്താ ഇത്ര നേരമായ, ഓ വൈൻ ബോട്ടിൽ താഴെ ഇട്ടോ, ശരി ഞാൻ എന്നാ അകത്ത് വരട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ സോഫിയ പറയുവാണ്. ഇവിടെ വേണ്ട, ഇവിടെ ആകെ സ്മെല്ലാണ്, ഞാൻ വേണേ നിന്റെ വീട്ടിലോട്ട് വരാം എന്ന് പറഞ്ഞ് ആ ഫയൽ എടുത്തോണ്ട് നായിക സോഫിയയുടെ റൂമിൽ വരുവാണ്. വന്നിട്ട് എനിക്ക് വേണ്ടി ഇതൊന്ന് പ്ലേ ചെയ്യാവോ, എനിക്കിത് പ്ലേ ചെയ്യാൻ പോലും അറിയില്ല എന്നൊക്കെ നായിക പറയുവാണ്. നീ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നേ എന്ന് ചോദിക്കുമ്പോൾ ഞാനിത് ഹോസ്പിറ്റലിൽ നിന്നും അടിച്ചു മാറ്റിയതാ. അങ്ങനെ പറയുമ്പോൾ ഒട്ടും ഷോക്ക് ആവണ്ട, അതിന് പകരം എന്നെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കല്ലേ എന്ന് നായിക പറയുമ്പോൾ ഒന്നുമില്ല, നീ അത്ര കൂളായിട്ടുള്ള ഒരു കാര്യമാ ചെയ്ത എന്നാണ് സോഫിയ പറഞ്ഞത്. അങ്ങനെ ഇവർ ആ ഫയൽ പ്ലേ ചെയ്യുവാണ്. പ്ലേ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആ ഡോക്ടർ ക്രോബർ സെൽ ഡിസീസിനെ പറ്റി കുറെ ഇങ്ങനെ സംസാരിക്കുവാണ്. എന്തുവാടി ഈ കിഴവി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അത് സ്കിപ്പ് ചെയ്ത് വിടുവാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് ഫയൽ ഉണ്ടാവും. അത് ഒരു ഫയലാണ് ടെസ്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞൊരു ഫയൽ. അത് തുറന്ന് നോക്കുമ്പോൾ അതിൽ കുറെ പേരുണ്ട്. ഓ നിന്നെ പോലെ കുറെ പേർക്കും അത് ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിർത്താൻ നായിക പറയുവാണ്. എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതിൽ എന്റെ പേര് കണ്ടു. ഇല്ല ഞാൻ കണ്ടില്ലല്ലോ എന്ന് സോഫിയ പറഞ്ഞു. ഇല്ല ഞാൻ കണ്ടു, അങ്ങനെ പറഞ്ഞ് ആ പേര് കണ്ടുപിടിച്ചു. ഇപ്പൊ സോഫിയ ഇത് കാണുമ്പോൾ തന്നെ എന്താ പോലെയുണ്ട്, ഇത് കാണണ്ട, നിന്റെ മനസ്സിന് ഒരുപാട് വിഷമവും എന്നൊക്കെ പറയുവാണ്. ഇല്ല നീ പ്ലേ ചെയ്യ് എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു വയസ്സായ കിഴവ് വരുവാണ്. ഞാൻ എന്തിനാ ഇത് ചെയ്യണം, കാരണം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതിനാരും എന്നെ നിർബന്ധിച്ചിട്ടില്ല, എല്ലാം എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അങ്ങനെ ആ കിഴവി പറയുവാണ്. ഇതിലാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ്. ഈ കിഴവിയാണ് നമ്മുടെ ഹീറോയിൻ. ക്രോബർ എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റൽ ഒരുപാട് സ്കിന്നിനെ കുറിച്ചുള്ള റിസർച്ച് നടത്തുന്നുണ്ടാവും. ഈ സ്കിന്നിലെ ചുരുക്കൊക്കെ മാറ്റി എപ്പോഴും യങ് ആയിട്ടിരിക്കാനുള്ള ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സിൽ വോളണ്ടിയർ ആയിട്ട് വന്നു ചേർന്നതാണ് ഈ വയസ്സായ കിഴവി. അവർക്ക് വയസ്സാവുന്നതിൽ താല്പര്യമില്ല, അതോർത്തൊരു വല്ലാത്ത നാണക്കേടും തോന്നുന്നു. അതുകൊണ്ട് വോളണ്ടിയർ ആയിട്ട് വന്നു ചേർന്നതാണ്. അങ്ങനെ പറഞ്ഞ് ഇവർക്കൊരു വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഇവർ ലാബിൽ യൂസ് ചെയ്യുന്ന ഒരു എലിയെ പോലെയാണ്. അങ്ങനെ ഒരുപാട് വ്യത്യാസം സ്കിന്നിൽ വരും തോറും ഇവർക്ക് മെമ്മറി ലോസ് ആവുകയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ആ ജോണാസ് എന്ന വ്യക്തി ഇവരുടെ ഓർമ്മയിൽ വന്നു പോകുന്നത്. അത് വേറെ ആരുമല്ല, ഇവരുടെ ഹസ്ബൻഡാണ്. ജോണാസിനും ഇവർക്കും 20 വർഷം മുന്നേ തന്നെ ഡിവോഴ്സ് ആയതാണ്. അവർക്കൊരു മകളുണ്ട്, അവർ തനിയാണ് താമസിക്കുന്നത്. അവർക്കും ഒരു ചെറിയ കുട്ടിയുണ്ട്. അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ അത് കേട്ട് വിങ്ങി പൊട്ടി കരയുവാണ്. ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തോ എന്നൊക്കെ ഓർത്ത് ഇനി ഇതിൽ കൂടുതൽ നീ കാണണ്ട എന്ന് നമ്മുടെ സോഫിയ പറയുന്നുണ്ട്. നായിക ഇങ്ങനെ കരയുമ്പോൾ നീ ഇവിടെ നോക്ക്, നിനക്കൊരു രോഗമുണ്ടായിരിക്കാം, ഒരു വയസ്സായ കിഴവിയായിരിക്കാം, പക്ഷെ ഞാൻ നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു റൊമാൻസ് നടക്കുമ്പോൾ നമ്മുടെ നായിക ഇല്ല ഞാൻ സാധാരണ ഒരു കിഴവിയാണ്, ഞാൻ പോവാണ്, എനിക്ക് മരിക്കണം എന്നൊക്കെ നായിക പറയുവാണ്. അപ്പൊ നീ എന്റെ കൂടെ ആ ഡോക്ടറിനെ കണ്ടുകൂടാ എന്ന് ചോദിക്കുവാണ് സോഫിയ. ഇല്ല എനിക്ക് ഇനി അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഇനി ലാബിലെ ഒരു പൂച്ചയായിട്ടോ എലിയായിട്ടോ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് നായിക പറയുവാണ്. അങ്ങനെ പറയുമ്പോൾ സോഫിയ അപ്പോൾ നമുക്ക് ആരും കാണാത്തൊരു സ്ഥലത്ത് പോയി ജീവിക്കാം എന്ന് സോഫിയ പറഞ്ഞപ്പോൾ നായിക സമ്മതിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ പോവുകയാണ് സോഫിയ. അകത്ത് വരാൻ നോക്കിയപ്പോൾ വേണ്ട നീ ഇവിടെ നിൽക്ക്, ഞാനെല്ലാം പോയി പാക്ക് ചെയ്ത് വരാം എന്ന് നായിക പറയുവാണ്. ശരി എന്നൊക്കെ സോഫിയം പറഞ്ഞു. അതിനുശേഷം അകത്ത് വന്ന ആദ്യം കാണുന്ന രൂപം തന്റെ മകളുടെ ആണ്. ഫസ്റ്റ് സീനിൽ ഒരു ചെറിയ പെൺകുട്ടിയെ കാണിച്ചില്ലേ, ആ കുട്ടിയാണ് ഇവിടെ വീണ്ടും നിൽക്കുന്നത്. നീ ഇപ്പൊ വളർന്ന് വലുതായി കാണും, ഇപ്പൊ നിനക്കൊരു ചെറിയ കുട്ടിയും ഉണ്ടായി കാണും, നീ ഒരു ജീവിതം തേടി, പക്ഷെ അമ്മ ഒരു വലിയ തെറ്റ് ചെയ്തു, ഇനി ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ആ സ്ഥലം മൊത്തം പെട്രോൾ ഇട്ട് ഒഴിക്കുവാണ്. ഒഴിച്ചു കഴിയുമ്പോൾ അവരുടെ ഹസ്ബൻഡിന്റെ രൂപം അവിടെ വരുവാണ്. അവരോടും സോറി ചോദിച്ചു നായിക. ഇനി മുതൽ ഞാൻ വേറെ ആരോ ആണ് എന്ന് പറഞ്ഞ് ആ സ്ഥലം മൊത്തം തീയിട്ട് കത്തിക്കുകയാണ്. അങ്ങനെ ആ സ്ഥലം മൊത്തം കത്തി
നിർത്തി അലാറം ഒക്കെ അടിക്കുമ്പോൾ സോഫിയോടൊപ്പം ബൈക്കിൽ നമ്മുടെ നായിക പോവാണ്. പോകുന്ന വഴിയിൽ ഒരു ലിസ്റ്റുമായിട്ടുമാണ് നായിക പോകുന്നത്. അത് എന്തെന്ന് വെച്ചാൽ ഇവരെ പോലെ തന്നെ ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരുപാട് പേരുണ്ടാവില്ലേ ആ ഹോസ്പിറ്റലിന് പുറത്ത്. അവരെ അന്വേഷിച്ച് പോവും, അവർക്ക് എന്താ പറ്റിയ എന്നറിയാം. അങ്ങനെ പറഞ്ഞ് ഓരോ സ്ഥലത്തോ പോകുമ്പോൾ അവർക്ക് ഒന്നല്ലെങ്കിൽ മരിച്ചുപോയി അല്ലെങ്കിൽ കാണാണ്ടായി എന്ന സത്യം ഇവർ മനസ്സിലാക്കുകയാണ്. ഇതറിഞ്ഞ നായിക വല്ലാതെ കരയുവാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് ഇനി നമുക്കിവിടെ നിൽക്കണ്ട, ആ ക്രോബർ എല്ലാരെയും കൊല്ലും, ആരും കാണാത്തൊരു സ്ഥലത്ത് പോവാം എന്ന് സോഫിയ പറയുമ്പോൾ ഇല്ല, അതിനു മുന്നേ എനിക്ക് ഇനിയൊരു സ്ഥലത്ത് പോകണം എന്ന് നായിക പറഞ്ഞിട്ട് ഒരു ഫോട്ടോയിൽ നോക്കി. അത് തന്റെ മകളുടെയാണ്. മകൾ വളർന്ന് സെറ്റിലായില്ലേ, ഇനി മകളെ നോക്കി പോവാം എന്ന് പറഞ്ഞ് അഡ്രസ് കണ്ടുപിടിച്ച് ഇവർ മകളുടെ അടുത്ത് പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ നായികയുടെ ചെറുമകളുടെ പിറന്നാളാണ്. ആ ചെറുമകളായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവരുടെ മകൾ വരുവാണ്. മകളിന് ഇത് ആരാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഈ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഏതൊരു സ്ട്രേഞ്ചറിനെ പോലെ ഇവർ അവിടെ നിൽക്കുവാണ്. ഇതിൽ കൂടുതൽ ഇവിടെ നിൽക്കാൻ പാടില്ല, അവരുടെ സമാധാനം കളയരുത് എന്നും പറഞ്ഞ് അവർ ഓടിപ്പോയി. ഇവർ ഒരു ആരും കാണാൻ സ്ഥലത്ത് ഇരിക്കുവാണ്. അവർ ഇപ്പോഴും റിലേഷൻഷിപ്പിൽ തന്നെയാണ്. പക്ഷെ ദിവസം പോകും തോറും ഇവർക്ക് വയസ്സായിക്കൊണ്ടിരിക്കുവാണ്. ആ സ്കിൻ ഡിസീസ് കാരണം ഒത്തിരി ബാധിക്കപ്പെട്ട ഒരു അവസ്ഥയിലാവുകയാണ് നായിക. ഇത് നമ്മുടെ സോഫിയയ്ക്ക് സഹിച്ചില്ല. ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് ആ ക്രോബറിന്റെ അടുത്ത് പോവാം, മരിക്കുന്നതിന് പകരം അവിടെ പോവാം എന്ന് പറഞ്ഞതിന് 1000 പ്രാവശ്യം പറഞ്ഞില്ലേ എനിക്ക് ലാബിൽ ഒരു വസ്തു ആവണ്ട എന്ന് നായിക പറയുവാണ്. എന്തായാലും മരിക്കേണ്ടതല്ലേ എന്നും പറഞ്ഞ് അങ്ങനെ പിന്നെയും അവിടെ റൊമാൻസ് നടക്കുകയാണ്. അങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ ചാഞ്ഞു കിടക്കുമ്പോൾ സിനിമയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇവർ പറയുകയാണ്. അതായത് ആദ്യം മുതൽ തന്നെ ഈ നായികയോടൊപ്പം ഇരിക്കുന്നത് അവളെ നോക്കാൻ തന്നെയാണ്, അവളെ സംരക്ഷിക്കാനായിട്ട്. അതായത് ആ ക്രോബർ എന്ന് പറയുന്ന ആ കമ്പനി പൈസ കൊടുത്ത് അറേഞ്ച് ചെയ്ത ഒരു പെണ്ണാണ് സോഫിയ. ഇതറിഞ്ഞ നായികയുടെ മുഖം ഒന്ന് നോക്കണം. അപ്പോൾ അവർ ശരിക്കും പൈസയ്ക്ക് വേണ്ടിയാ വന്നേ, പക്ഷെ എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമായി, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നീ ഇപ്പോൾ ഇല്ലാണ്ടാവുകയാണ്, എനിക്കിത് കണ്ടിരിക്കാനാവില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നായികയ്ക്ക് അനങ്ങാനാവുന്നില്ല. കാരണം നീ കുടിച്ച വെള്ളത്തിൽ ഞാനൊന്ന് ചേർത്തു എന്ന് സോഫിയ പറയുകയാണ്. അതറിഞ്ഞ് നമ്മുടെ നായികയുടെ അവസ്ഥ ഒന്ന് കാണേണ്ടതാണ്. അങ്ങനെ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നമ്മുടെ നായിക ശരിക്കും ലോക്ക് ചെയ്ത് ഒരു ലാബിൽ വെച്ചേക്കുവാണ് നമ്മുടെ ക്രോബർ. ഇപ്പോഴാണ് അവരുടെ തനി സ്വഭാവം കാണിക്കുന്നത്. ഇപ്പോൾ നീ എനിക്കൊരു കാര്യം മനസ്സിലാക്കി തന്നു, ടെസ്റ്റിന് വെച്ച ഒബ്ജക്ട്സ് ഒന്നും ഒരിക്കലും നമ്മൾ പുറത്തു വിടരുത്, അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നായിക അത് സഹിക്കാനാവാതെ ഏങ്ങി കരയുവാണ്. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്താ ഞാൻ ചെയ്തെന്നോ? നീ അല്ല എന്റെ കാലിൽ പിടിച്ച് യാചിച്ചേ. ശരി, ഞാനും ഒരു റിസർച്ച് ചെയ്യുവല്ലേ, അതിനിത് യൂസ്ഫുൾ ആവും, അതിനു വേണ്ടിയാ. ഇപ്പൊ നീ ഒരു മനുഷ്യനൊന്നുമല്ല, വെറും ഒരു ഒബ്ജക്റ്റ് ആണ്, അത്രയുള്ളൂ. ശരി, എന്തെങ്കിലും ആവട്ടെ. എന്റെ ഹസ്ബൻഡിന് എന്താ സംഭവിച്ചേ? എന്റെ മകളുടെ പേര് പോലും ഓർമ്മയില്ല, എന്തിനാ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുവാണ് നായിക. അപ്പൊ ഈ പ്രൊസീജിയറിന്റെ മെയിൻ ബേസ് തന്നെ അതാണ്. നിന്റെ സെല്ലൊക്കെ എടുക്കുമ്പോൾ മെമ്മറി ലോസ് ഉണ്ടാവും, പക്ഷെ നിനക്കൊരു പ്രത്യേകതയുണ്ട്, നിനക്ക് മാത്രമാണ് ഓർമ്മശക്തി വന്നും പോയിരിക്കുന്നത്. ഞാൻ കുറെ കഷ്ടപ്പെട്ടു, റിസർച്ച് എല്ലാം ടോട്ടൽ ഫെയിലും, നിന്നെ കൊല്ലാൻ തന്നെ ഞാനിരുന്നേ. അപ്പോഴാണ് നീ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ. നിന്റെ ഒരു ശരീരം വെറും ശരീരമല്ല, ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യമാണ് നിന്റെ ശരീരം. നിന്റെ ശരീരത്തിൽ മാത്രമാണ് മറ്റൊരാളുടെ സ്കിൻ വെക്കുമ്പോൾ അത് ഒട്ടുന്നത്. എന്റെ പഴയ റിസർച്ച് എല്ലാം പോയി, ഇനി ഒരു പുതിയ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ നായിക ഏങ്ങി കരയുവാണ്. അങ്ങനെ പറഞ്ഞ് ഈ ക്രോബർ നായികയുടെ തൊലി ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് സോഫിയ അത് കണ്ട് ശരിക്കും ദേഷ്യപ്പെടുവാണ്. നിങ്ങൾ എന്താ പറഞ്ഞേ? അവള് വിളിച്ചോണ്ട് വാ, ഞാൻ നോക്കാമെന്നല്ലേ, ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്തേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അവളുടെ കോട്ട് എടുത്ത് നായികയെ ഇങ്ങനെ കവർ ചെയ്യുവാണ്. അപ്പോ അവൾ ഇനി തീർന്നു എന്ന് ക്രോബർ പറയുവാണ്. ഞാനല്ല അവളുടെ തൊലിയെ പറിച്ചെടുത്തത്, എല്ലാം അവൾ തന്നെയാണ് ചെയ്തേ. അങ്ങനെ പറഞ്ഞപ്പോ സോഫിയ, നീ എന്നോട് ക്ഷമിക്കണം, ഇവർ നിന്നെ രക്ഷിക്കും എന്നാ പറഞ്ഞേ, അതാ ഞാൻ നിന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നേ എന്ന് സോഫിയ പറയുവാണ്. ഞാൻ നിന്നെ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോവാം എന്ന് പറഞ്ഞ് സോഫിയയുടെ കഴുത്തിൽ ഒരു ഇഞ്ചക്ഷൻ ഇറങ്ങുവാണ്. നീ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിന്നെ ജീവനോടെ വിടാം എന്ന് തീരുമാനിച്ചപ്പോ നീ എന്താ ചെയ്യുന്നേ എന്നും പറഞ്ഞ് അവളെ വലിച്ച് ആ ഇഞ്ചക്ഷൻ ഇറക്കാൻ നോക്കിയപ്പോ നമ്മുടെ നായികയെ ഓൾറെഡി സോഫിയ അഴിച്ചു വിട്ടിരുന്നത് കൊണ്ട് ഇവർ വേഗം എണീറ്റ് അടുത്തിരുന്ന ഒരു ടേബിൾ എടുത്ത് കിഴവിയുടെ തൊണ്ടയിൽ തന്നെ നോക്കി അടിച്ചു. കിഴവി താഴെ വീണു. അങ്ങനെ പെട്ടെന്ന് സോഫിയയുടെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് ആ ഇഞ്ചക്ഷൻ കണ്ടത്. എന്നോട് നീ ക്ഷമിക്കുക എന്ന് സോഫിയ പറഞ്ഞ് കരയുമ്പോൾ അതൊന്നും സാരമില്ല, ഇവിടുന്ന് രക്ഷപ്പെടണം, ഇത് എന്ത് ഇഞ്ചക്ഷൻ ആണെന്ന് ചോദിക്കുമ്പോൾ എന്തോ മരുന്നാണെന്ന് സോഫിയ പറഞ്ഞത്. മാത്രമല്ല സോഫിയ നായികയോട് ഒരു പ്രോമിസ് ചെയ്യാൻ പറയുവാണ്. നമുക്ക് ഇവിടുന്ന് പോയി സന്തോഷമായി ജീവിക്കാം, പക്ഷേ ഇനി നിന്റെ സ്കിന്നിന് വേണ്ടി ഒരാളെ നീ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ട് നായിക നോക്കുവാണ്. അങ്ങനെ സോഫിയെ വിളിച്ച് എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ആ ലാബ് തന്നെ ക്രോബർ ലോക്ക്ഡൌൺ ചെയ്തു. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന എല്ലാരും ഇവരെയാണ് നോക്കുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടി ഞാൻ നിങ്ങളെ കണ്ടു എന്നും പറഞ്ഞ് കോൾ ചെയ്യുമ്പോൾ പുറകിൽ നിന്നും ഒരു കത്തി എടുത്ത് അവിടെ കൊല്ലുവാണ് നമ്മുടെ നായിക. ഇവിടുന്ന് രക്ഷപ്പെടുന്ന കാര്യം ആരും അറിയരുത് എന്ന് പറയുവാണ്. ഇപ്പൊ സോഫിയയ്ക്ക് ഒട്ടും അനങ്ങാൻ പറ്റാതെയായി. അങ്ങനെ പറഞ്ഞ് അവളെ രക്ഷപ്പെടാനായിട്ട് ഒരു മുറിയിൽ വെച്ച് രഹസ്യമായിട്ട്, നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ തന്നെ വരാം,
നിനക്കുള്ള ഇഞ്ചക്ഷൻ ആയിട്ട് വരാം എന്ന് പറഞ്ഞ് നായിക പുറത്തു വന്നു. ഇപ്പൊ ഫസ്റ്റ് സീനിൽ ഒരു പെണ്ണിന്റെ രൂപം കാണിച്ചില്ലേ ആ ലാബിൽ നിന്നും വരുന്നത്, ആ സീനാണ് ഇത്. പെട്ടെന്ന് ഒരു സെക്യൂരിറ്റി വരുവാണ്, അയാളെ ഇടിച്ച് അയാളുടെ കയ്യിലെ ഗൺ എടുത്തു വന്ന് ഇപ്പൊ 2 ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ മുമ്പിൽ നായിക നിൽക്കുവാണ്. അവരുടെ നേരെ തൂക്ക് നീട്ടി എനിക്ക് ആന്റിഡോസ് വേണമെന്ന് നായിക ആവശ്യപ്പെടുവാണ്. അപ്പോൾ അതിന് ആന്റിഡോസ് ഒന്നുമില്ല, ആ ഇഞ്ചക്ഷൻ ഇട്ട സെൽസിന് ഡാമേജ് ഒന്നുമില്ല, പക്ഷെ മസിൽ സെൽസ് ഡാമേജ് ആവൂ, ആള് മരിക്കത്തില്ല എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മുടെ സോഫിയെ കാണിക്കുവാണ്. അങ്ങനെ ഒരു 2 ബുള്ളറ്റ് സൗണ്ട് നമുക്കിവിടെ കേൾക്കാം. അങ്ങനെ അവരുടെ കാര്യം കഴിഞ്ഞു. നോക്കുമ്പോൾ ആ സുന്ദരിയായ പെൺകുട്ടിയെ കുത്തി കൊല്ലുവാണ് നായിക. പെട്ടെന്ന് ആ യൂണിഫോം എടുത്ത് നായിക സോഫിയുടെ അടുത്ത് വരുവാണ്. നമുക്കിത് ഇട്ട് രക്ഷപ്പെടാം എന്ന് പറയുമ്പോൾ നീ ഇനിയും നന്നാവില്ല അല്ലേ, ഈ പ്രോമിസ് നീ കളഞ്ഞില്ലേ എന്ന് പറയുവാണ് നമ്മുടെ നായിക. ഇപ്പൊ പഴയ പോലെ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കുവാണ്. ആ സ്കിന്നൊക്കെ മാറി നല്ല സ്കിന്നായിട്ടുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ അതിന് കാരണമായിട്ട് നിന്റെ കൂടെ ജീവിക്കാനാണ് എന്ന് പറയുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. നായികയുടെ കയ്യിലിരുന്ന ഗൺ സോഫി എടുത്ത് നായികയുടെ കഴുത്തിൽ വെക്കുവാണ്. എനിക്കും നിന്നെ ജീവനാണ്, പക്ഷെ ഇത് എത്ര ദിവസത്തേക്കാ, നമ്മളെയും ഇല്ലാണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ വേണ്ട എനിക്ക് ഇനിയും നിന്നോടൊപ്പം ജീവിക്കണം എന്ന് പറയുമ്പോ പെട്ടെന്ന് ആ ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കുവാണ്. എന്താ നടന്നേ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ, സോഫിയ നായികയെ കൊന്നു. അങ്ങനെ ആ സിനിമ കഴിയുവാണ്. സ്കിൻ അലർജി, ഹോസ്പിറ്റൽ, ലാബ്, അങ്ങനെ കുറെ ട്വിസ്റ്റ് ഉണ്ടായിരുന്നില്ലേ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇത് സ്കിന്നിനെ കുറിച്ചുള്ള ഒരു സിനിമ ആയത് കാരണം തന്നെ ഒരുപാട് ബ്ലഡും കാര്യങ്ങളും കാണിക്കുന്ന കുറെ സീനൊക്കെ ഉണ്ട്. അതല്ലാതെ വളരെ ട്വിസ്റ്റ് ഉള്ളൊരു മൂവി തന്നെയായിരുന്നു ഇത്. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. And stay connected with Film Fanatics for more amazing movies like this. Thank you.